നമസ്കാരം. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊരു പ്രോബ്ലം വരുന്നു, നമ്മൾ അതിനെ ഓർത്ത് ഒരുപാട് വിഷമിക്കും അല്ലേ? അപ്പൊ എന്താ പറ്റുക? പിന്നെയും പിന്നെയും അതേപോലത്തെ പ്രോബ്ലംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചിലര് പറയും വരുന്ന എല്ലാം കൂടെ ഇടുത്തി പോലെ ഒരുമിച്ച് തലയിൽ ഒന്ന് വീഴുന്നു എന്നുള്ളത് അല്ലേ? അതിനെന്താ കാരണം? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യുന്നോ അവിടെ എനർജി ഫ്ലോ ചെയ്യും. എവിടെ എനർജി ഫ്ലോ ചെയ്യുന്നു അവിടെ റിസൾട്ട് ഉണ്ടാകും. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും ഈ ലോകത്തിലെ എല്ലാവരും രാവിലെ ഉണർന്ന് എണീറ്റ് വരുന്നത് ഒരു ഇമ്മൻസ് എമൗണ്ട് ഓഫ് എനർജിയാണ്. നല്ല എനർജറ്റിക് ആയിട്ടാണ് നമ്മൾ എണീറ്റ് വരിക. പക്ഷേ നമ്മൾ ഈ എനർജി എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് എവിടെയാണ് കൊടുക്കുന്നത് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിക്കുകയും രാവിലെ തന്നെ നല്ല കാര്യങ്ങളെ പറ്റി ഓർക്കുകയും, അല്ലെങ്കിൽ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഡേയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കടപ്പാട്, നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു ദിവസം തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ആ ഒരു ഡേ ഫുള്ള് നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാനും പോസിറ്റീവായിട്ട് ഇരിക്കാനും പറ്റും. പക്ഷെ നമ്മൾ എന്താ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ എവിടെ എന്തൊക്കെ മാക്സിമം നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുമോ ആദ്യമേ നെഗറ്റിവിറ്റി. ഇന്നലെ ഇത് സംഭവിച്ചതിൽ ഏറ്റവും മോശം കാര്യമാണ് രാവിലെ എണീക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരിക. പിന്നെ കടങ്ങളെ പറ്റി, പ്രശ്നങ്ങളെ പറ്റി, വേദനകളെ പറ്റി, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഒരു ദിവസം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള ദിവസങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് പോസിറ്റീവ് ആക്കണം, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളെ കൊണ്ട് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിനെ നമ്മൾ റീപ്രോഗ്രാമിങ് ചെയ്യാൻ പറ്റും. നമ്മൾ റീപ്രോഗ്രാം ചെയ്യണം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് സ്റ്റെപ്സ് വെച്ചിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഒന്നാമത്തെ കാര്യം, ഐഡന്റിഫൈ യുവർ നെഗറ്റീവ് പ്രോഗ്രാമിങ്. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് രീതിയിലാണ് നമ്മുടെ മനസ്സ് പ്രോഗ്രാമിങ് ചെയ്ത് വെച്ചത്, നമ്മുടെ ഉപബോധ മനസ്സായാലും എങ്ങനെയാണ് പ്രോഗ്രാമിങ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് അറിയുവാണെങ്കിൽ, ഐഡന്റിഫൈ ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. കാരണം നമുക്കൊരു കാര്യം മാറ്റണം, വരുത്തണമെങ്കിൽ ആദ്യം നമ്മളിൽ എന്താണ് പ്രസന്റിലെ ഉള്ളതെന്ന് നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളിൽ എന്ത് പ്രോഗ്രാമിംഗ് ആണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത്, നമ്മൾ ഈ മൊബൈലൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ, ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ ഇപ്പോൾ അതിലെന്താണ് ഉള്ളത് തന്നെ റിമൂവ് ചെയ്തിട്ട് പുതിയൊരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം അല്ലേ? അപ്പൊ ഇപ്പൊ എന്താ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അതായത് അതിനെ നമുക്ക് കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് ബിലീഫ്സ് എന്നോ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നൊക്കെ പറയാം. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്, അനുഭവിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സമ്പത്തിനെ പറ്റി, പണത്തിനെ പറ്റി നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ബിലീഫ്സുകൾ, ഓൾറെഡി പ്രോഗ്രാമിംഗ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് കൃത്യമായി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഈ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ മുൻപോട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും എന്തൊക്കെ എഫേർട്ട് ഇട്ടിട്ടും ശരിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്. അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, പണത്തെ സംബന്ധിച്ചിടത്തോളം മിക്ക ആൾക്കാർക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് എത്ര പൈസ ഇട്ടിട്ടും കാര്യമില്ല, എൻ്റെ കയ്യിൽ നിൽക്കൂല, ഒട്ടക്കൈയാണ്. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഉള്ളിൽ അടിയുറച്ചു പോയൊരു വിശ്വാസമാണ്. അതേപോലെ പണം ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പെട്ടാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്കിതാ ഇത്ര രൂപ വരുമാനമുള്ളൊരു ജോലിയുള്ളൂ, അപ്പൊ എനിക്ക് ഈ പൈസയല്ലേ കിട്ടുള്ളൂ, ഇത് എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച് വെച്ചെന്നുള്ള ഞാൻ എപ്പോഴും പറയും. അതേപോലെ സ്ട്രോങ് ആയിട്ട് കിടക്കാം. ഇത്തരം കുറെ ബിലീഫ്സ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലൈഫിലേക്ക് പണം വരുമോ? വന്നാലും അത് നല്ല രീതിയിൽ അയാൾക്ക് മാനേജ് ചെയ്ത് ഡിസിപ്ലിൻ ആയിട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഇതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരു മേഖലയിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ കാര്യത്തെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ടെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിനെപ്പറ്റി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പൈസ എന്ന് ആലോചിക്കുമ്പോൾ ഒരിക്കലും ഒരു കംഫർട്ട് ആയിട്ടുള്ള അവസ്ഥയോ നല്ലൊരു ഫീലിംഗ് തോന്നാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലേക്ക് പണം വരുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. നമ്മൾ പൈസയെ പേടിക്കുന്നുണ്ട്, ടെൻഷനോടുകൂടെ കാണുന്നുണ്ട് അല്ലെ? കടം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പെരുത്ത് കയറും, പേടിയാണ് അല്ലേ? ആ കോള് വരും, ഈ കോള് വരും, പേടിയാണ്. EMI, ആ ലോൺ, ഈ ലോണൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരവസ്ഥയില് നമ്മുടെ ഉള്ളില് നെഗറ്റീവായിട്ടാണ് പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, ഈ ഐഡന്റിഫൈ ചെയ്ത സാധനത്തിനെ റിമൂവ് ചെയ്യണം. നമുക്കത് വേണ്ട,
നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിലീറ്റ് ചെയ്യോ റിമൂവ് ചെയ്യോ ചെയ്യണം. മൊബൈൽ ആണെങ്കിൽ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സിസ്റ്റത്തിലാണെങ്കിൽ റീസൈക്കിൾ ബിന്നിലൊക്കെ മീൻസ് ഡിലീറ്റ് കൊടുക്കാനൊക്കെ പറ്റും. ഇത് എങ്ങനെ ചെയ്യും? നമുക്കതിന് കുറെ ടൂൾസുകളുണ്ട്. ചിലർ പറയും നിങ്ങൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യല്ലേ, കടമുണ്ട് പക്ഷെ പോസിറ്റീവായിട്ട് ഇരിക്കണം. എങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കറിയാം എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. പറയുന്നവർക്കൊക്കെ പറയാം, മാഡത്തിന് അതൊക്കെ പറഞ്ഞാൽ മതി, ഞങ്ങളല്ലേ, എന്നെ കൂടെ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പോസിറ്റീവായിട്ട് ഇരിക്കൂ. ചിലരിങ്ങനെ ഉറക്കെ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാലും എങ്ങനെ നമ്മൾ ഇരിക്കും എന്ന് ഇവരാരും പറഞ്ഞു തരാറില്ല അല്ലേ? പക്ഷേ നമ്മുടെ മനസ്സിന്റെ കുറെ ടൂളുകൾ ഉപയോഗിച്ച്, കുറെ മെത്തേഡ്സും ടെക്നിക്സുകളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെയൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. അതിൽ കുറച്ച് ടൂൾസ് ഇപ്പം ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ പറയുമ്പോൾ സൈക്കോളജിക്കൽ തെറാപ്പികൾ നമുക്കുണ്ട്, സൈക്കോളജിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിക്കാം. അതേപോലെ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ് NLP നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഹീലിംഗ്, ഹോപ്നോപ്പനോ എന്ന് പറയുന്ന അഡ്വാൻസ് ഹീലിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കാം. EFT അതൊരു ടാപ്പിംഗ് ടൂളാണ്. അങ്ങനെ ഒത്തിരി ടൂൾസുകൾ നമുക്കുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതെല്ലാം കണ്ടുപിടിച്ചു, നമ്മളതിനെ റിമൂവ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ഗോള് ലക്ഷ്യമില്ലാതെ ഒരാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അയാൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലേക്ക് എത്തിച്ചേരാനുള്ള പോസിബിലിറ്റി വളരെ കുറയും. അപ്പോൾ ഒരു ക്ലിയർ ഗോള്, അപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ സാമ്പത്തിക കാര്യത്തിലാണെങ്കിൽ എത്ര രൂപ ഏൺ ചെയ്യണം, ഞാൻ ഏത് സ്ഥിതിയിലേക്ക് കൺവേർട്ട് ആവണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു ഗോള് നിങ്ങൾക്ക് എത്തണം. ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം എത്തണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ? ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, വെൽത്ത്, അവിടെ ഇവിടെയൊക്കെ മാറ്റം വരുത്തണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഗോളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് ഈ ഒരു കാര്യത്തിൽ മാറ്റം വന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു ഗോൾ എടുക്കുക. അതിനുവേണ്ടി കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കണം. ആ പ്ലാൻ ചെയ്ത് ലക്ഷ്യത്തിലേക്ക് അവസാനം വരെ എത്താനുള്ള സ്ട്രാറ്റജീസ് കണ്ടുപിടിക്കണം. അതിനുള്ള കുഞ്ഞു കാര്യങ്ങൾ ഇപ്പൊ തൊട്ട് ചെയ്തു തുടങ്ങണം. അതിനെ മൈക്രോ ആക്ഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുഞ്ഞു ആക്ഷൻസ്. എഗെയിൻ ഈ ചിന്തകളിൽ മാത്രം നിർത്തി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റമില്ലാത്തത്. ഓർക്കുക, എല്ലാം അറിഞ്ഞിട്ടും ആക്ഷൻ എടുക്കാത്ത ഒരാൾ വെറുതെ, ആ അറിവുകളൊക്കെ വെറുതെയാ. അത് പ്രയോഗിച്ച് നോക്കിയാൽ മാത്രമേ അത് വർക്കാവോ മാറ്റണോ എന്നൊക്കെ നമുക്കറിയില്ല. അപ്പോൾ ആക്ഷൻ ഉറപ്പായിട്ടും എടുക്കണം, മൈക്രോ ആക്ഷൻസ് എടുക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഒരു 20 ലക്ഷം രൂപ കടമുണ്ടെന്ന് വിചാരിക്കാം. ഒരു ദിവസം രാത്രി ഉറങ്ങി പിന്നീട് രാവിലെ എണീക്കുക, 20 ലക്ഷം രൂപ കടം എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് ഗോള് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം നമുക്കതിനുള്ള മാറിയ നമ്മളില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മളെ കൊണ്ട് പറ്റില്ല. അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. മൈൻഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ, എനിക്ക് 3 ലക്ഷം രൂപ കടമുണ്ട്, എന്റെ പ്രശ്നങ്ങളുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാം. അത് ചേഞ്ച് ചെയ്യാൻ പതിയെ ആണെങ്കിലും മാറ്റം വരുത്താൻ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ചെറിയ ആക്ഷൻസ്, പ്രവൃത്തികള്, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടെ മുന്നോട്ട് പോകണം. അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങണം. ഇന്ന് തൊട്ട് ചെയ്ത് തുടങ്ങണം. ഇനി ചിലർക്ക് ആക്ഷൻ എടുക്കാനേ പറ്റുന്നില്ല. അപ്പൊ ചിലർ പറയാം, എനിക്ക് മടി ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത്. സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് മടിയുള്ള ആരും ഇല്ല. എൻ്റെ മെൻസർ എപ്പോഴും വരാറുണ്ട്, നമുക്ക് മടി എന്ന് പറയുന്നൊരു അവസ്ഥയില്ല. ഇപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള നിങ്ങൾ പറയാണ്ട്, എനിക്ക് വരുന്ന പല ക്ലയൻസ്, പാരൻസ് കുട്ടികൾ കൊണ്ടുവന്നിട്ട് പറയാറുണ്ട്, ഇവന് പഠിക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ ചോദിക്കാറുണ്ട്, ഈ കുട്ടി വീഡിയോ ഗെയിംസ് കളിക്കാറുണ്ടോ? മൊബൈലിൽ സമയം സ്പെൻഡ് ചെയ്യാറുണ്ടല്ലോ? ഉണ്ട്. അപ്പൊ ഇവന് ബേസിക്കലി മടിയുള്ളൊരു കുട്ടിയാണെങ്കിൽ ഇവനെ പഠിക്കാനും മടിയാവണം, മൊബൈൽ എടുക്കണം, കളിക്കണം, എത്ര എഫേർട്ടുള്ള പണിയാണല്ലേ? അതും ചെയ്യാനും മടി ഉണ്ടാവണ്ടേ? പക്ഷേ ഈ കുട്ടിക്ക് അതിന് മടിയില്ല. അപ്പോ അവിടെ പ്രശ്നം എന്താ? ഇയാൾ ബേസിക്കലി മടിയുള്ള ഒരാളാണെങ്കിൽ എല്ലാ കാര്യത്തിനും മടി ഉണ്ടാവണം. ചില കാര്യങ്ങൾ മാത്രം ചെയ്യാണ്ടിരിക്കുന്നു നിങ്ങൾ പറയുന്ന മടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ മടിയല്ല, മറിച്ച് ചില കാര്യങ്ങളെക്കാൾ വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു 5-6 പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിത്തം എന്ന് പറയുന്നത് അത്ര വാല്യൂ ഉള്ള കാര്യം, ആ കുട്ടി വാല്യൂ അത്രയും കൊടുത്തിട്ടുള്ളൂ. അവനെ സംബന്ധിച്ചിടത്തോളം, അവളെ സംബന്ധിച്ചിടത്തോളം ഗെയിംസ് കളിക്കുക എന്നുള്ളതാണ് അവന് ഏറ്റവും പ്ലഷർ തരുന്ന ഒരു കാര്യം. അപ്പൊ അതാണ് പുള്ളിക്കാരി അല്ലെങ്കിൽ പുള്ളിക്കാരൻ വാല്യൂ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മടിയല്ല ആക്ച്വലി, അവിടെ വാല്യൂ നമ്മൾ എന്തിനു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ കറക്റ്റ് വാല്യൂ കൊടുക്കാത്തതുകൊണ്ടാണ് അത് നമ്മൾ ചെയ്യാത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ പല കാര്യത്തിലും വാല്യൂ ഇല്ലാത്തതായി തോന്നുന്നതുകൊണ്ടാണ് നിങ്ങൾ അതിനുള്ള ആക്ഷൻ എടുക്കാത്തതെന്ന് ഉള്ള
സാരം അങ്ങനെയാണ് ഉദ്ദേശിക്കേണ്ടത് കേട്ടോ. ഇനി നമ്മുടെ മനസ്സിന്റെ പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്ക് ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് എത്താൻ പറ്റും. ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത്രയും തീവ്രമായിട്ട് മനസ്സിന് കൊടുത്ത് അത് അട്രാക്ട് ചെയ്ത് എടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര പേര് എഗ്രി ചെയ്യും? ഓക്കെ ഓക്കെ. അപ്പോൾ അതിന് നിങ്ങൾ ഫോക്കസ് ചേഞ്ച് ചെയ്യണം. എന്ത് വേണ്ട എന്നതിനെ പറ്റി ചിന്തിക്കുന്നതിന് പകരം എന്ത് വേണം എന്നതിന് ഫോക്കസ് ചെയ്യണം. അപ്പൊ നിങ്ങളിൽ ഈ നെഗറ്റീവ് ബ്ലൂ പ്രിന്റ്സ്, നെഗറ്റീവായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു അലൈൻമെന്റിൽ എത്തണം. അലൈൻമെന്റിൽ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ: നിങ്ങളുടെ ഫീലിങ്സ്, തോട്ട്, ബിലീഫ്സ്, ആക്ഷൻസ്. ഇത് നമ്മൾ അട്രാക്ട് ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ട് അലൈൻഡ് ആയിട്ട് വരുമ്പോഴാണ് ആ കാര്യം നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് ആകർഷിച്ചെടുക്കാൻ പറ്റുക. ഇതാണ് നമ്മുടെ ആകർഷണ നിയമം പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരുപാട് പ്രശ്നത്തിൽ ഇങ്ങനെ കുടുങ്ങി കിടന്നിട്ട് എന്താ ചെയ്യേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം, ആരെ സഹായിക്കും എന്നറിയാത്തൊരവസ്ഥയിലുള്ള ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മളൊരു 4 ദിവസത്തെ മൈൻഡ് പവർ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു ബേസിക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന എന്തെങ്കിലും പ്രോബ്ലത്തിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, ഉറപ്പായിട്ട് നിങ്ങളത് മിസ് ചെയ്യരുത്. ലൈവായിട്ട് നടക്കുന്ന 4 ദിവസം ഓരോ മണിക്കൂർ വെച്ചിട്ട് രാത്രി നിങ്ങൾക്ക് സമയമുള്ള സമയത്താണ് ഈ ഒരു ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ആ ഫോം, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ലിങ്ക് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് വാട്സപ്പിലേക്ക് ഇങ്ങനെയാണ് മാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് വെച്ച് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരും. വളരെ അഫോർഡബിൾ ആയിട്ട്, എനിക്ക് തോന്നുന്നു ആരും ഈ പ്രൈസിനൊന്നും 4 ഡേയ്സ് ക്ലാസ് തരില്ല. അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പൈസയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു 4 ദിവസത്തെ ഈ ഒരു മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്ന് തിരിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓൺലൈൻ വഴി ലൈവ് ക്ലാസ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ആയിരിക്കും എന്നുള്ള ഒരു സംശയം എനിക്ക് പറയാനില്ല. നിങ്ങൾ മുടക്കുന്ന തുകയ്ക്ക് 10, 100, 1000 ഇരട്ടിയുള്ള വാല്യൂ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ റിസൾട്ട് നിങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരിലും ഇത് എത്തണം എന്നുള്ളതുകൊണ്ടാണ് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിനത് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർ ധൈര്യമായിട്ട് അടുത്ത ആഴ്ചയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ളവരൊക്കെ ഇപ്പം തന്നെ തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത്ര നേരം ക്ഷമയോടുകൂടെ ഞാൻ പറഞ്ഞത് കേട്ടതിന് ക്ഷമയോടുകൂടെ എന്നെ കേട്ടിരുന്നതിന് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അപ്പൊ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എന്നോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് വഴി എൻ്റെ അടുത്ത് കീപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.